നമസ്കാരം, ഞാൻ നജീബ് വടുതല. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി. അന്ന് തൊട്ട് കുറച്ച് പേര് ആവശ്യപ്പെടുന്നതാണ് സുർബിയാൻ ബിരിയാണിയുടെ റെസിപ്പി. ആ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ? ബാ. നമ്മൾ സുർബിയാൻ ബിരിയാണിയുടെ മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കറുവപ്പട്ട, നമ്മൾ 25 പേർക്കാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. 1 കിലോത്തിൻ്റെ അളവുകൾ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം. 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു. നമ്മൾ 3 കിലോ റൈസും 4 കിലോ ചിക്കനുമാണ് എടുത്തേക്കുന്നത്. 4 കിലോ മീറ്റാണ് കേട്ടോ. അത് 25 പേര് നന്നായിട്ട് കഴിക്കും. 2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മൾ വീട്ടിൽ വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന ജീരകമാണ്. നമ്മുടെ ഇവിടെ നല്ല ജീരകം എന്നാണ് പറയുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലി. ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ സുർബിയാൻ ബിരിയാണിയുടെ മസാല നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊന്ന് വെയിലത്ത് വെച്ച് നന്നായി ചൂടായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഒരു കാരണവശാലും നമ്മുടെ അടുപ്പിൽ വറുത്ത് പൊടിക്കരുത്, ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും കേട്ടോ. സുർബിയാൻ ബിരിയാണിക്ക് നമ്മൾ സവാള പച്ചക്കല്ല ചേർക്കുന്നത്, വറുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് സവാള വറുക്കാനുള്ളത് അരിഞ്ഞെടുക്കാം. നമ്മൾ വറുക്കാൻ അരിയുമ്പോൾ ഒരു കാരണവശാലും പല സൈസായി പോകരുത്, ഒരേ സൈസിൽ കറക്റ്റായിട്ട് അരിയണം. അതായത് ഒരെണ്ണം അരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ തൊട്ട് അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പിന്നെ കൈ പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിത് മറിച്ചിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടും. അവസാനം വരെ നമ്മൾ ആ ഒരേ ടൈപ്പിൽ തന്നെ അരിഞ്ഞാൽ എല്ലാം ഒരേ വേവിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. 3 കിലോ റൈസിൻ്റെ സുർബിയാൻ ബിരിയാണിക്ക് നമ്മൾ 18 സവാള എടുത്തേക്കുന്ന, അത് മീഡിയം മുഴുപ്പായതുകൊണ്ടാണ് കേട്ടോ. വലിയ സവാളയാണെങ്കിൽ 1 കിലോത്തിന് 5 എണ്ണം വെച്ച് കരുതിയാൽ മതിയേ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ സവാള വറുത്തെടുക്കാൻ വേണ്ടി സവാള ഇടുവാണേ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കാനായിട്ട് അന്നാപ്പിയേ, ഇളക്കാൻ നമ്മുടെ അന്നാപ്പിയേ. നമ്മുടെ ഗോൾഡൻ പരുവമായിട്ടുണ്ട്. ഈ പരുവത്തിൽ തന്നെ കോരിയെടുക്കുക. നമ്മൾ സവോളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവോള മാത്രം, 1 പിടി സവാള മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി സവാള നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതിലേക്കിടാം. ഈ 1 പിടി സവാള നമ്മൾ റൈസ്, ഇത്ര സവാള മാറ്റിയിട്ടുണ്ട്, റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണേ. സവോള ഇട്ട്, സവോള ഫ്രൈ ചെയ്തത് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച മസാലക്കൂട്ട്, 1 കിലോക്ക് 1 കപ്പ് തൈര് വെച്ച് നമ്മളൊരു 3 കപ്പ് കട്ട തൈരാണ് ചേർക്കുന്നത് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര്. സുർബിയാൻ ബിരിയാണി യമനി റൈസാണ്. അവിടെ പച്ചമുളകൊന്നും അങ്ങനെ ചേർക്കത്തില്ല, കുരുമുളക് പൊടിയാണ്. നമുക്ക് മലയാളികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എരിവ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 9 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അളവ് സ്പൂണൊക്കെ ഞാൻ മേടിച്ച് വെച്ചേക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്പൂൺ എടുക്കുമ്പോൾ അത് ടീസ്പൂണും ടേബിൾ സ്പൂണും ഒക്കെ ആൾക്കാർക്ക് മാറിപ്പോകുന്നുണ്ട്. അത് നമ്മൾ ടീസ്പൂൺ പറയുമ്പോൾ അത് ടേബിൾ സ്പൂൺ ഇല്ല ഏട്ടാന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് സംശയമില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അളവ് സ്പൂൺ മേടിച്ചേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ ഒരു 60 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 60 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും കൂട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ
ഇതിലേക്ക് ഇടുവാണ്. നമ്മുടെ അരപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് 1 കിലോ ചിക്കന് നമ്മൾ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് വെച്ചാണ് എടുത്തേക്കുന്നത്. വലിയ കഷ്ണമാണ് കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങ് 2ആക്കി കഷ്ടിച്ചേക്കണം. അപ്പം അതുകൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ 3 കിലോ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തും കേട്ടോ. ഒരു 1 മണിക്കൂർ കുതിർത്താനിടാവേ. നമ്മൾ മസാലയിൽ ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 40 മിനിറ്റായി. നമുക്കിനി അത് തീ കൊടുക്കാവേ. അതിലേക്ക് നമ്മൾ 2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് എടുത്ത പാത്രം കഴുകിയുള്ള വെള്ളമാണ്, അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേവിച്ചെടുക്കാവേ. ഒരു മീഡിയം തീയിൽ ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മൾ സുർബിയൻ ബിരിയാണിക്ക് ബസ്മതി റൈസ് ആണല്ലോ എടുക്കുന്നത്. അത് പുഴുങ്ങിക്കോരിയാണ് ഇടുന്നത് കേട്ടോ. ബസ്മതിയിൽ വൈറ്റ് സെല്ലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഗോൾഡൻ സെല്ലുണ്ട്, അത് നമ്മൾ കുഴിമന്തിക്കൊക്കെ എടുക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങി കോരാനുള്ള വെള്ളത്തിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, കറുവാപ്പട്ട, ബേ ലീഫ് ഇതും കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നീളം പച്ചരിയിൽ നമുക്ക് ചെയ്യാം, അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഈ നീളം പച്ചരിയിൽ റൈസിന് ഭയങ്കര നേർമയും ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതിന് റേറ്റ് ഒരു 150 അതിന് മേളിലുമൊക്കെ ഉണ്ട് റേഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ബസ്മതി വൈറ്റ് സെല്ലയാണ്. ഇതിൻ്റെ ഉപ്പിന് പ്രത്യേക കണക്കൊന്നുമില്ല, നമ്മൾ വെള്ളം വയ്ക്കുന്ന പോലെ ഇരിക്കും. കാരണം പുഴുങ്ങിക്ക് വരുമ്പോൾ ഇന്ന അളവൊന്നുമില്ലല്ലോ, വെള്ളം ആൾക്കാർ വെക്കുന്ന അളവ് പോലെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. എപ്പോഴും ഉപ്പിടുമ്പോൾ രുചിച്ച് നോക്കുമ്പോൾ ഉപ്പ് മുമ്പിൽ നിൽക്കണം കേട്ടോ, എന്നാലേ റൈസിന് ഉപ്പ് പിടിക്കുള്ളേ. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാവേ. ഒരു 3 ഉണക്ക നാരങ്ങ കൂടി ചേർത്തിട്ടുണ്ടേ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടേ. നമ്മൾ അരി ഇടുന്ന മുമ്പ് ഒന്ന് ഉപ്പ് ടെസ്റ്റ് ചെയ്യാം. കറക്റ്റ് ഉപ്പാണ്, ഉപ്പ് മുമ്പിൽ തന്നെ നിൽക്കുവാണ്. അന്നപ്പേ അരി ഇട്ടോ. കണ്ടോ, ഒരരി താഴ്ത്തു പോയിട്ടില്ല. അതാണ് അന്നാപ്പി, അതാണ് ഞങ്ങളുടെ അന്നാപ്പി. നല്ല പവർ തീ വേണ്ട കേട്ടോ, ചെറിയ പൊട്ട് മതിയേ. നമ്മുടെ മസാല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതും നമ്മൾ ഓവർ തീയിലല്ല കേട്ടോ വേവിച്ചെടുക്കണത്. നല്ല കൊഴുപ്പ് മസാലയാണല്ലോ ഇത്. ഗ്രേവി ഉണ്ടല്ലേ, ഭയങ്കര കൊഴുപ്പാണ്, പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കണം. അവിടെ ഇരുന്ന വേട്ടെ. ഈ ഒരു തിള മതി കേട്ടോ നമുക്ക് ചോറ് വേവിച്ചെടുക്കാനായിട്ട്. തിള ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്നാൽ മതി. നന്നായിട്ട് അടിച്ചടിച്ച് പൊട്ടണ്ട, അപ്പോൾ ഉള്ളു വേവത്തില്ല, നീളവും വെക്കത്തില്ല. നമ്മുടെ അരിയുടെ 70% വേവായിട്ടുണ്ട്. 70% വേവിൽ നമ്മൾ ഫസ്റ്റ് റൈസ് കോരിയിടും. അതായത് ഈ ഗ്രേവിയിൽ നീരുള്ളതുകൊണ്ട് അത് വലിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു പകുതി റൈസ് 70% നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തു. ഒരു 80% അടുത്ത റൈസ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഫുള്ള് കോരിയിട്ട് ഒറ്റയടിക്ക് ഇടുവാണേ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഫുള്ള്
നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമുക്കൊന്ന് സ്മോക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കരിക്കട്ട എടുത്ത് നടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കത്താം. ഇനി നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒഴിക്കുവാണ്. നമ്മൾ കുങ്കുമപ്പൂ ഉണ്ടായിരുന്നതാണ്, അത് അന്നപ്പി ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോയപ്പോൾ കുങ്കുമപ്പൂ മേടിച്ച് ഇട്ടിട്ട് ലോക്കൽ സാധനം ഒന്ന് പറ്റിച്ച് അന്നപ്പീനെ. അപ്പോൾ അതുകൊണ്ട് ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അതുകൊണ്ട് കാശ്മീർ മണാലിയിലൊക്കെ പോകുമ്പോൾ കുങ്കുമപ്പൂ മേടിക്കരുത് കേട്ടോ, അപ്പോൾ അതും പറ്റി 250 രൂപ പോയി അന്നപ്പിട. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് നമ്മൾ ഇത്തിരി ഇങ്ങനെ റൈസിൽ കളറിട്ട് കൊടുത്തേക്കണം. നമ്മളൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ നമ്മൾ ബാക്കിയുള്ള സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണേ. ഓയിൽ ഒഴിച്ചു ഉടനെ തന്നെ മറ്റേ അലൂമിനിയം ഫോയിൽ കവറാണ്, അതില്ലെങ്കിൽ നമുക്ക് വെറുതെ മൂടിയാലും മതി കേട്ടോ. ഇതാകുമ്പോൾ ഒട്ടും ആയി പുറത്തേക്ക് പോകില്ല. സ്മോക്ക് ചെയ്തിട്ടുണ്ട്, നേരെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കളയാം. അപ്പോൾ ഒട്ടും ആവി പുറത്ത് പോകട്ടെ. ചെറിയ തീയിൽ നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. ചെറിയ തീ മതി കേട്ടോ. കൂടുതൽ തീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ സുർബിയാൻ ബിരിയാണി നമ്മൾ ദമ്മ് പൊട്ടിക്കുവാണേ. ആഹാ പുളപ്പൻ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് വെറുതെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. ഇതെടുത്ത് കളയാം. ഒന്നിലൊന്നും ഇടാതെ കിടക്കണം നോക്കിയ. മസാല എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യട്ടെ. മസാലയൊക്കെ അങ്ങനെ കിടക്കട്ടെ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിടക്കണം. ഓ നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ. അങ്ങനെ നമ്മുടെ സുർബിയാൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മാമ, പാരിഷ്, അന്നാപ്പി, സെല ഇവരൊക്കെ ഉണ്ട്. അന്നാപ്പിയുടെ മോനും ഉണ്ട് ഇവിടെ. ഇരിയടാ പാമേസ് ഇരി. അപ്പൊ അന്നേ തുടങ്ങാം. പരിപാടി തുടങ്ങാണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസിയാണ് കേട്ടോ. ഏതാണ്ടാ നല്ല ജ്യൂസി അല്ല. ആ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നതാണ് റൈസ്.
അടിപൊളി. നിന്റെ രസം നമ്മളോടും പറയണം, വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പെണ്ണുമ്പിളക്ക് വേണ്ടി വീഡിയോ വരും. പിന്നെ നാളെ തന്നെ വീഡിയോ കൊള്ളാട്ടാ, അടിപൊളി സാധനം ഉണ്ടാ. സുർബിയൻ ബിരിയാണി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അത് സോഫ്റ്റ് ആണ്, ജ്യൂസി ആയിട്ടിരിക്കുന്നത്. ചിക്കനൊക്കെ അടിപൊളിയാണ്. ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട കാര്യം തന്നെ. ആദ്യമായിട്ട് കഴിക്കണത്, പക്ഷേ സൂപ്പർ അടിപൊളിയായിരുന്നു. നമ്മളെ കിഴങ്ങ് പോലും ഉടഞ്ഞിട്ടില്ല. അതേപോലെ സൂപ്പർ. അങ്ങനെ ഇതിന് ബാക്കി ഉണ്ടാവില്ല കേട്ടോ, ഇത് മൊത്തം തീരുന്നുണ്ട്. ഞാനും കൊടുക്കാനൊന്നും മൊത്തം തീരുന്നില്ല. വീഡിയോമാര് കൊതിവനുണ്ട് കേട്ടാ, വീഡിയോമാര് കൊതിവനുണ്ട്. നമ്മ കഴിക്കാനുണ്ട്, വീഡിയോമാൻ ഉണ്ടാവില്ല. അയാൾ ഒരിടത്തേക്ക് കണ്ട് ഇരുത്തും, ചോളാൻ പറയും, തൊണ്ടക്കൊടി വരെ തിന്നോളാൻ പറയും. ഒരു പ്രത്യേക മസാല ആണ് യമനി സാധനം. യമനി ഡിഷാണല്ലേ, വെറൈറ്റി ആയിട്ടുണ്ട്. മാമ കഴിക്കട്ടാ. പല റൈസും പല ചോറും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ഭയങ്കര ഫീൽ. അത് നമ്മ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കണം. ശരിയാണ്, നമ്മളൊക്കെ ഫസ്റ്റ് നമ്മള് യമനി പോകാതെ കഴിക്കാൻ പറ്റില്ല. നജീബിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ. ഒന്നും കൂടി ടേസ്റ്റ് കൂടി പറയാനില്ല. അങ്ങനെ നമ്മുടെ സുർബിയാൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.